എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. 22-ാമത്തെ ശ്ലോകമാണ്. അപ്പോൾ ഭഗവത്ഗീത എന്ന് പറയുന്നത് നമ്മൾ വേദങ്ങളുടെ സാരാംശമാണെന്ന് പറയുമ്പോഴും അത് ഒരു മാനേജ്മെൻറ്റ് ടെക്സ്റ്റാണെന്ന് നമുക്ക് പറയാം. കാരണം അത്രയും മനസ്സിനെ നല്ല ഒരവസ്ഥയിലേക്ക് നയിക്കാൻ ഏത് വിഭാഗത്തിലുള്ള ആളുകൾക്കും, കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും എല്ലാവർക്കും, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരാണെങ്കിലും എല്ലാവർക്കും അവരവരുടെ മനസ്സിനെ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ അടങ്ങുന്ന തത്വങ്ങൾ നിറച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് ഭഗവത്ഗീത. അപ്പോൾ നമ്മൾ ഭഗവത്ഗീത ജീവിത വിജയത്തിന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥം തന്നെയാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും അതുപോലെ വെല്ലുവിളികളും നേരിടുമ്പോൾ അതിനെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് കാണിച്ചു തരുന്ന ഒരു ഉത്കൃഷ്ടമായൊരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീതയിലെ 4-ാമത്തെ ചാപ്റ്റർ ഭഗവാൻ കൃഷ്ണൻ അർജുനന് ജ്ഞാനം ഉപദേശിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 21-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, പിന്നെ ഇവിടെ ആസക്തനായിട്ട് താൻ ചെയ്യുന്നു എന്നുള്ള ഒരു അഹംബുദ്ധി ഇല്ലാതെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് കുറച്ച് ശ്രേഷ്ഠത കൂടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ അടുത്തൊരു ശ്ലോകത്തിൽ നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമഃ. വായിക്കാം ശ്ലോകം. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാഭിനനിബധ്യതേ. ഒരിക്കലൂടെ. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാഭിനനിബധ്യതേ. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ പിന്നെ നേട്ടങ്ങളുണ്ടാവാം, നഷ്ടങ്ങളുണ്ടാവാം, ദുഃഖങ്ങളുണ്ടാവാം, സുഖങ്ങളുണ്ടാവാം, രോഗങ്ങളുണ്ടാവാം, നല്ല അവസ്ഥയുണ്ടാവാം. ഇതൊക്കെ വരുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം പിന്നെ സമബുദ്ധിയോടുകൂടി നേരിടണം എന്ന് ഗീത പറയുന്നു. അതായത് എതിർച്ഛാലാഭസന്തുഷ്ട, അവിചാരിതമായി കിട്ടുന്നത്. ഇപ്പോൾ ചിലവർക്ക് വിചാരിക്കാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ വരും. ഇനി നമ്മൾ നല്ല കാര്യങ്ങൾ വിചാരിച്ച് ചെയ്യുന്നത് ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ എതിർച്ഛാലാഭസന്തുഷ്ടം എന്ന് പറയുമ്പോൾ അവിചാരിതമായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലതും വന്നു ചേരാറുണ്ട്. അതിൽ തൃപ്തിപ്പെടുന്നവനായിട്ടും ദ്വന്ദ്വാതീതോ വിമത്സരഃ. ദ്വന്ദ്വങ്ങൾ എന്ന് പറയുമ്പോൾ സുഖം ദുഃഖം, ദ്വന്ദ്വം രണ്ട്, സുഖവും ദുഃഖവും, പ്രകാശവും ഇരുട്ടും, അതുപോലെ എന്താ പറയുക, രോഗവും രോഗമില്ലാത്ത അവസ്ഥയും, ചൂടും തണുപ്പും, ജയവും പരാജയവും, നന്മയും തിന്മയും, ഇതിനെയാണ് നമ്മൾ ദ്വന്ദ്വങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഈ ദ്വന്ദ്വങ്ങൾ, സന്തോഷം, സന്താപം, ഇതൊക്കെ നമ്മൾ ഓപ്പോസിറ്റായിട്ട് വരുന്ന കാര്യങ്ങൾ, ഒന്നിൻ്റെ ഓപ്പോസിറ്റ് ദ്വന്ദ്വങ്ങൾ. അപ്പോൾ ഇത് നമ്മളെ ബാധിക്കുന്നില്ല. കാരണം എങ്ങനെയാണോ കിട്ടുന്നതുകൊണ്ട് തൃപ്തി എന്ന് പറയുന്നതാണ് മനസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു നല്ലതായിട്ടുള്ള ഒരവസ്ഥ. ആ തൃപ്തി ഇല്ലാത്തവന് എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അപ്പോൾ ചിലർ എത്ര പണം ഉണ്ടെങ്കിലും എത്ര സുഖസൗകര്യങ്ങളുണ്ടായെങ്കിലും തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ ഈ തൃപ്തി നേടിയെടുക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കണം. അത് എങ്ങനെയാണ് നേടുക എന്ന് പറയുമ്പോൾ അതിനാണ് പിന്നെ അസക്തനായിട്ട് കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ അഹംബുദ്ധി ഇല്ലാതെ ചെയ്യുക. നമ്മൾ അതിന് കുറേ പ്രാക്ടീസ് വേണം. അപ്പോൾ ബുദ്ധിക്ക് പിന്നെ ഒരുപാട് നമ്മുടെ മനസ്സിന് മുൻവിധികളുണ്ട്. ഞാനിങ്ങനെ, എനിക്കിങ്ങനെ വേണമെന്നൊക്കെ. അതൊക്കെ കുറച്ച് നമ്മളെ ഉപേക്ഷിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ആ അസ്വസ്ഥതകളിൽ നിന്ന് നമ്മൾ കുറച്ച് മോചിതരാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ജയം വരുമ്പോൾ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുകയും
എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി താഴ്ന്നു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനെയും ഒരേപോലെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിന് കഴിയില്ല. അപ്പോൾ പിന്നെ അങ്ങനെ അത് ചെയ്യാൻ നിരന്തരം ഒരു പ്രാക്ടീസ് നമ്മൾ നടത്തേണ്ടതുണ്ട്. അതാണ് സിദ്ധൗ അസിദ്ധൗച്ച, സിദ്ധാവ സിദ്ധൗച്ച എന്ന് പറയും. അതായത് സിദ്ധൗ അസിദ്ധൗ, സിദ്ധിയിലും അസിദ്ധിയിലും, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സമചിത്തനായിട്ട്, സമ എന്ന് പറയുമ്പോൾ സമഭാവം, സമചിത്തനായിട്ടിരിക്കുന്ന. അപ്പോൾ അതാണ് ദ്വന്ദ്വാതീതം, ദ്വന്ദ്വങ്ങൾക്ക് അതീതമാവണം. സുഖവും ദുഃഖവും ഒക്കെ ഒരേപോലെ കാണാൻ കഴിയണം. കൃത്വ അഭി, കർമ്മം ചെയ്താലും, കൃത്വ കർമ്മം ചെയ്യുക, അഭി എങ്കിലും എന്നുള്ള അർത്ഥമാണ്. കൃത്വ അഭി, കർമ്മം ചെയ്താലും, ന നിബദ്ധ്യതേ, ബന്ധ്യതയെ ബന്ധിക്കുക, ന നിബദ്ധ്യതയെ ബന്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഉടനെ അതിൽ ബന്ധിക്കപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉടനെ നമ്മൾക്ക് അതിൻ്റെ റിസൾട്ട് വേണം. ആ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിഷമിക്കും. അപ്പോൾ നമ്മൾ പിന്നെ വലിയ ഒരു ഇൻ്റർവ്യൂവിന് പോയാൽ, ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്തായാലും അതിൽ സക്സസ്ഫുൾ ആവണം എന്ന് പറഞ്ഞിട്ടാണല്ലോ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ തന്നെ കിട്ടുമോ എന്നുള്ള ആ ഒരു അങ്കലാപ്പ് ഉണ്ടെങ്കിൽ ആ ചെയ്യുന്ന ആ ഇൻ്റർവ്യൂ തന്നെ സക്സസ്ഫുൾ ആവില്ല. കാരണം ഉള്ളിൽ ആ ടെൻഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ മാറ്റണമെങ്കിൽ അതാണ് അസക്തനായിട്ട് നന്നായിട്ട് ചെയ്യുക, അത് അവിടെ ഡ്രോപ്പ് ചെയ്യുക. അതാണ് ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലീവ് ദ റെസ്റ്റ് എന്ന ചിന്മയാനന്ദ സ്വാമിജികളുടെ ആ ഒരു വാക്കുകൾ നമ്മൾ സെയിങ്സൊക്കെ പഠിക്കുമ്പോൾ അതിൽ കാണാം. ഡു യുവർ ബെസ്റ്റ്, നമ്മുടെ ബെസ്റ്റ് നമ്മൾ ചെയ്യുക, ബാക്കി ലീവ് ദ റെസ്റ്റ് ടു ഗോഡ്. അപ്പോൾ ഗോഡ് വിൽ ഗിവ് യു വാട്ട് യു ഡിസേർവ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അർഹിക്കുന്നത് ഭഗവാൻ തരും. അതുകൊണ്ട് ഭഗവാൻ എല്ലാം സമർപ്പിക്കുക, നമ്മുടെ കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യുക, എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളത്, നമുക്ക് വേണ്ടതും, നമുക്ക് എല്ലാം തീരുമാനിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ നമ്മൾ എന്ത് തന്നെ പിന്നെ പ്രയാസപ്പെട്ടിട്ടും കാര്യമില്ല. കാരണം നമ്മൾ എന്താവണം അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്ന് പറയുന്ന ഒരു വലിയ ഡയറക്ടറാണ് ഭഗവാൻ. ഭഗവാൻ എല്ലാം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ഇച്ഛയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇപ്രകാരം എല്ലാത്തിലും ദ്വന്ദ്വങ്ങൾക്ക് അതീതമായിട്ട് സമചിത്തനായിട്ടിരിക്കുന്നവൻ കർമ്മം ചെയ്താലും ബന്ധിക്കപ്പെടുന്നില്ല എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അതായത് എതിർച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാഭിനനിബദ്ധതേ, അവിചാരിതമായി കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനായും സുഖദുഃഖാദി ഭേദഭാവനയില്ലാതെ സിദ്ധിയിലും അസിദ്ധിയിലും സമചിത്തനായും ഇരിക്കുന്നവൻ കർമ്മം ചെയ്താലും ബന്ധിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു മഹാത്മാവ് ചിലപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊരു സാധാരണക്കാരനെ തന്നെ പോലെ നമുക്ക് തോന്നും. കാരണം അയാളിൽ എന്താ പറയുക, ഇതൊന്നും പ്രകടമാവില്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലുമുള്ള ആ ഒരു വിഷമതകളും ഒന്നും അയാൾ പ്രകടമാക്കില്ല. അതുകൊണ്ട് സാധാരണക്കാരെ പോലെ തന്നെ ആ മഹാത്മാവിനെ നമ്മുടെ ഇടയിലും നമുക്ക് ദർശിക്കാം. അപ്പോൾ ഒരു കർമ്മത്തിലും ആ ഒരു ആത്മജ്ഞാനി ബന്ധിക്കപ്പെടുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കാനും ബുദ്ധിമുട്ടാണ്, ഇത് പ്രാവർത്തികമാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നിരന്തര പരിശ്രമത്തിലൂടെ നമുക്കതിന് കഴിയുമെന്നും ഭഗവാൻ പറഞ്ഞു തരുന്നു. അപ്പോൾ 22ാമത്തെ ശ്ലോകം ചാപ്റ്റർ 4 ഒരിക്കൽ കൂടെ ചൊല്ലാം. എതിർച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധാവസിദ്ധൗ ച കൃത്വാഭിനനിബദ്ധതേ. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഈ ഒരു ഗീതാ പഠനം ഒരു വേനൽ അവധിക്കാലത്ത് ഒരു ശീലമാക്കാൻ നമുക്ക് ശ്രമിക്കാം. കാരണം തീർച്ചയായിട്ടും നമ്മുടെ ഒരു ജീവിതത്തെ വളരെ നല്ല നിലയിൽ കൊണ്ടുപോകാൻ ഈ ഗീതാ പഠനം സഹായിക്കും. അപ്പോൾ അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമുക്കതിനു വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം തത്സത്. നന്ദി, നമസ്കാരം.